റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഒരു പൊടിക്ക് പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ പേടിയോടെയാണ് റഷ്യ ഉക്രൈൻ സംഘർഷത്തെ നോക്കിക്കാണുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രശാന്ത് സാർ, റഷ്യ ഉക്രൈന് മേൽ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഏത് രീതിയിൽ പരിസമാപ്തിയിലെത്തും എന്നതിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഇന്നലെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ബ്രിട്ടീഷ് കേണൽ റിച്ചാർഡ് റിച്ചാർഡ് കേമ്പ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഷ്യ ആണവായുധം വിന്യസിച്ചു കഴിഞ്ഞു, റഷ്യ ആണവായുധം പ്രയോഗിക്കും. അതായത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അത് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം രഹസ്യാന്വേഷണ സംവിധാനത്തിനകത്ത് 5 ഐസിനകത്ത് വരുന്ന രാജ്യമാണെന്നാണ് തോന്നുന്നത് ഈ കാനഡ, അതുപോലെ തന്നെ ഇവര്. പിന്നെ മാത്രമല്ല, ഇന്റലിജൻസ് റിപ്പോർട്ടിന് അവർക്ക് പാടൊന്നുമില്ലല്ലോ. കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയാൻ അമേരിക്കൻ ഇന്റലിജൻസിനും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനത്തിനും ഒക്കെ പറ്റുന്നത് കൊണ്ടാണല്ലോ അവരുടെ സഹായത്തോടെ 1.5 കൊല്ലം കൊണ്ട് നടപ്പാക്കാൻ വെച്ചിരുന്ന ഒരു സംവിധാനം അതിനകത്ത് കയറി നടപ്പാക്കാൻ പറ്റും. അല്ലെങ്കിൽ റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തെയും രഹസ്യാന്വേഷണ സംവിധാനത്തെയൊക്കെ കടന്ന് അത്തരത്തിലൊരു ഓപ്പറേഷൻ റഷ്യക്കകത്ത് നടത്താൻ യുക്രൈൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ രാജ്യങ്ങളായി. ഇനി യുക്രൈൻ എന്ന് പറയുന്ന ബാനർ ഉണ്ടെങ്കിലും യുക്രൈൻ അല്ലല്ലോ ഇതൊന്നും നടത്തുന്നത്. യുക്രൈന്റെ പുറകില് അമേരിക്കയുണ്ട്, ഈ സംശയിക്കുന്ന പോലെ ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് പലതും ഉണ്ട്. അപ്പം അതിനകത്ത് ഇതിന് ശേഷം ഫ്രാൻസിനെയും ജർമ്മനിയെയും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളെയും അമേരിക്ക ഉൾപ്പെടെ ലക്ഷ്യം വെച്ചപ്പോൾ ഈ 2 ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു സ്പൈഡർ വെബ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ കൂടി അവരുടെ വ്യോമത്താവളങ്ങൾ തകർത്തതും അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു പാലത്തിന് തകരാറുണ്ടാക്കുകയും പാലം തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന 2 സ്ഫോടനങ്ങളും റഷ്യക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യയെ 2 ദിവസം കൊണ്ട് വളരെ മാരകമായിട്ട് യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യുക്രൈന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പൊ അന്നേരം ഈ പറയുന്നത് പോലെ ആരും സഹായിക്കാനോ ആരും പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പോലും ഈ സ്ഫോടനത്തിന് ശേഷം പറയുന്നതിന് വേണ്ടി തയ്യാറാവുന്ന ഒരു അവസ്ഥയിൽ നേരത്തെ ബ്രിട്ടൻ ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറാണെന്നൊക്കെ. പക്ഷെ ബ്രിട്ടൻ തയ്യാറാകുന്ന സമയം വന്നപ്പോൾ ബ്രിട്ടന് തയ്യാറാകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ബ്രിട്ടന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം റഷ്യയുടെ കാര്യത്തിന്. കാരണം റഷ്യ ഇനി പ്രയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ മാരകമായിട്ടുള്ള ആയുധങ്ങളായിരിക്കും. യുക്രൈൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 1764 അണുവായുധങ്ങൾ ഈ ബോർഡറിൽ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. അവരുടെ ആകെപ്പാടെ ഏതാണ്ട് 5000 അവരുടെ മൊത്തത്തിലുള്ള ആയുധങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് 5602 ആണ് ഈ അണുവായുധങ്ങൾ ഇവരുടെ ഉള്ളത്. അപ്പം അതിനകത്ത് 1762 ആയുധങ്ങൾ, ആ നമ്പർ വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ റഷ്യ വിന്യസിച്ചു കഴിഞ്ഞു. അതായത് വളരെ കൃത്യമായിട്ടുള്ള അണുവായുധ പ്രയോഗം റഷ്യ നടത്തിയിരിക്കും. അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് വിമാനത്താവളങ്ങളെയാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൂടി മനസ്സിലാവുന്നത്. അതായത് ഇതോടുകൂടി യുക്രൈൻ, നമ്മൾ മുമ്പ് ഒരു ടോക്കിനകത്ത് ചോദിച്ചത് ആര് ജയിച്ചു, റഷ്യ ജയിക്കുന്നില്ല യുക്രൈൻ ജയിക്കുന്നില്ല, റഷ്യ ജയിക്കുന്നില്ല യുക്രൈൻ ജയിക്കുന്നില്ല. അപ്പൊ നീതുമല്ല, വേറെ ആരോ ചോദിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പം യുദ്ധം ജയിച്ചാലല്ലേ, ഒരു രാജ്യം ജയിച്ചാലല്ലേ യുദ്ധം തീരുന്ന ഒരവസ്ഥ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ യുദ്ധം തീർന്നേ മതിയാകൂ റഷ്യക്ക്. കാരണം ഈ യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ കൺട്രീസും അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളും ഒക്കെയാണ്. ഇതൊരു ആയുധമായിട്ട് മാത്രമാണ് യുക്രൈനെ ഉപയോഗിക്കുന്നത്. കാരണം യുക്രൈനെ മുൻനിർത്തി, ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവർ പറഞ്ഞതുപോലെ യുദ്ധം ചെയ്തതുപോലെ ഉള്ള ഒരു യുദ്ധമാണ് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നീട്ടിക്കൊണ്ടുപോയി സാമ്പത്തികമായിട്ട് തകർത്ത്
അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ആ രാജ്യത്തെ എല്ലാ രീതിയിലും തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പം യുദ്ധത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് കരയ്ക്ക് കയറേണ്ടതായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ നിന്ന് കരയ്ക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ട് അതിനകത്തും പരാജയം സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന അമേരിക്കയെ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന് പോലും റഷ്യ തയ്യാറാവത്തില്ല. കാരണം റഷ്യക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ റഷ്യയെ തകർത്തുകൊണ്ട് അവർ പഴയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം താല്പര്യപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ പഴയ നയം അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിക്കുന്ന നയത്തിനകത്ത് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് പുടിൻ പറയുന്ന ഒരവസ്ഥയുണ്ട്. പുടിൻ പറഞ്ഞത് നേരത്തെ റഷ്യയുടെ ആണവായുധ നിയമം എന്ന് പറഞ്ഞാൽ മറ്റൊരു ആണവായുധം ഉള്ളിടത്ത് മാത്രമേ ആണവായുധം പ്രയോഗിക്കത്തുള്ളൂ എന്നാണ്. ഇവർ പ്രയോഗിക്കുന്ന രാജ്യത്തിനും ആണവായുധം ഉണ്ടായിരിക്കണം. അത് ബോധ്യം വന്നാൽ മാത്രമേ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ റഷ്യ ആണവായുധം പ്രയോഗിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അത് ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ 2022 ആണെന്ന് തോന്നുന്നു യുക്രൈനുമായിട്ട് യുദ്ധം തുടങ്ങി കുറെ സമയം കഴിഞ്ഞപ്പോൾ യുക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടി നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറാകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു രാജ്യം തയ്യാറാവുകയും ആ രാജ്യത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ സഹായിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ യാതൊരു കാരണവശാലും പഴയ പോലെയുള്ള അവസ്ഥയായിരിക്കത്തില്ല. ആണവായുധം ഇല്ലെങ്കിലും ആ രാജ്യത്തെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും എന്നുള്ള രീതിയിലേക്ക് ആണവായുധം പ്രയോഗിക്കുന്നതിന്റെ ലോകത്തുള്ള റഷ്യയുടെ നിയമം അല്ലെങ്കിൽ കരാർ മാറ്റുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതിന്റെ അർത്ഥം ഏതൊരവസരത്തിലും ആണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ പ്രയോഗിക്കുന്ന രീതിയിലേക്ക് പോകും റഷ്യ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു. കാരണം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആണവായുധ പ്രയോഗത്തിന് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ അത് വിന്യസിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. റഷ്യ നോക്കുന്നത് യുക്രൈനെ തോൽപ്പിക്കാനാണ്. അപ്പം യുക്രൈൻ തോറ്റിട്ടും വീണ്ടും യുദ്ധം ചെയ്യിച്ച് റഷ്യ ഇനിയും ഈ യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി റഷ്യ എന്ന മഹാരാജ്യത്തെ തകർക്കുന്നതിനും പാശ്ചാത്യ ശക്തികളുടെ ആധിപത്യം ലോകത്ത് വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇത് തീർത്ത് കളയും, അല്ലെങ്കിൽ ഈ യുദ്ധം തീർക്കും. റഷ്യ ജയിച്ചില്ലെങ്കിൽ റഷ്യക്ക് ജയിക്കണ്ട, പക്ഷെ റഷ്യ പലരെയും തോൽപ്പിക്കും. അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും അമേരിക്കയും സാമ്പത്തിക ക്രൈസിസിൽ എത്തിച്ച് വീണ്ടും ഒരു പഴയ പാറ്റേണിലേക്ക് തന്നെ കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ആശങ്കയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, ആശങ്കയിലാണ് നാറ്റോ രാജ്യങ്ങൾ, ആശങ്കയിലാണ് അമേരിക്ക. ലോകം മൊത്തം ആശങ്കയിലാണ്. ഒരു യുദ്ധം അതിന്റെ വലിപ്പത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരികയും രണ്ട് ചേരിയിൽ രാജ്യങ്ങൾ തീരുമയൊക്കെ ചെയ്താൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തത്തിൽ വരാത്ത രാജ്യങ്ങൾക്ക് പോലും സാമ്പത്തിക നഷ്ടവും എക്കണോമിക്കൽ ഗ്രോത്തും ഒക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഞെട്ടലിൽ തന്നെയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വിളിച്ചു പറയുമ്പോൾ ഈ പറയുന്ന ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. യെസ്, അതാണ്. എന്തായാലും റഷ്യ ആണവായുധം ഉക്രൈനു മേൽ പ്രയോഗിക്കും എന്ന് തന്നെയാണ് ബ്രിട്ടീഷ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ഒരു ഭീതിയിലാണ് റഷ്യ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടിന്മേൽ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.